പ്രിയമുള്ള കരുവാരക്കുണ്ട് നിവാസികളെ, നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ആയിരങ്ങളല്ല പതിനായിരങ്ങളുടെ പാട്ടറഹീമിത ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും. ധീരതയോടെ നയിച്ചോളൂ ലക്ഷം ലക്ഷം പിന്നാലെ. എന്റെ കരുവാരക്കുണ്ട് പഞ്ചായത്ത് നിവാസികളെ, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. നമ്മുടെ തിരുവനന്തപുരത്ത് കടലുണ്ട്, കൊച്ചിയിൽ കടലുണ്ട്, നമ്മുടെ കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ ഒരു കടലുണ്ടോ? നമ്മുടെ കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ ഒരു ബുർജ് ഖലീഫയുണ്ടോ? നിങ്ങൾ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ ഒരു ബുർജ് ഖലീഫ ഉണ്ടാക്കുമെന്നും നമ്മുടെ കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ ഒരു കടലുണ്ടാക്കുമെന്നും നിങ്ങളുടെ കുട്ടികൾക്ക് കഴിക്കാൻ ഓർലിക്സ് കൊണ്ട് മുട്ടുണ്ടാക്കി തരുമെന്നും ഞാൻ കാലകാലങ്ങളായി ഈ നാടിന് ഭരിച്ചിട്ട് ഒരു ചുക്കും ചെയ്തില്ല. നിങ്ങൾ ഈ നാടിന് നിങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങൾക്ക് പോകാം. നടക്കുക. ശരി. പ്രിയമുള്ള സ്നേഹനിധികളായ എൻ്റെ കരുവാരക്കുണ്ടിലെ സഹോദരി സഹോദരന്മാർ, ഇതൊരു മഹനീയ സുദിനമാണ്. നാം ഏറെക്കാലം സ്വപ്നം കണ്ടിരുന്ന പാലിയേറ്റീവ് കെയറിന് സ്വന്തമായി ഒരു ആസ്ഥാന മന്ദിരം എന്നത് യാഥാർത്ഥ്യമാകുന്ന സുദിനം. ഈ മഹനീയ കർത്തവ്യം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കരുവാരക്കുണ്ട് പാലിയേറ്റീവ് കെയറിന്റെ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ നാസർ മാഷ് അവരുടെ ഈ വേദിയിലേക്ക് ഹാർദവമായി ക്ഷണിക്കുന്നു. പ്രിയ കരുവാരക്കുണ്ട് നിവാസികളെ, ബഹുമാന്യരായ നേതാക്കളെ, സ്നേഹസമ്പന്നരായ സുഹൃത്തുക്കളെ, നമ്മുടെ ചിരകാല സ്വപ്നമായിരുന്ന പാലിയേറ്റീവ് കെയറിൻ്റെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മഹത്തായ സുദിനമാണെന്ന്. അതിനുവേണ്ടിയാണ് നമ്മളുടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സാധാരണ ഇത്തരത്തിലുള്ള മഹൽ സംരംഭങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടാറുള്ളത് പ്രമുഖരായ നേതാക്കളോ മന്ത്രിമാരോ വന്നുകൊണ്ട് നാടമുറിച്ചുകൊണ്ടാണ്. പക്ഷേ നാം ഈ മഹത്തായ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെയൊക്കെ സ്നേഹം തുളുമ്പുന്ന ഹൃദയങ്ങളാകുന്ന താക്കോൽ കൊണ്ട് ഈ മഹത്തായ മന്ദിരത്തിൻ്റെ വാതായനങ്ങൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വണ്ടിയൂർക്ക് കളിച്ച് നടക്കുന്ന സ്കൂളിൽ പോടാ. ഈ ഉമ്മച്ചിന്റെ ഒരു കാര്യം ഞാൻ പോകില്ല സ്കൂളില്. ഇച്ചി സ്കൂളിൽ പോകാൻ പറയില്ല. എപ്പോ നോക്കിയാലും സ്കൂളിൽ പോവാന് ഞാൻ പോകില്ല സ്കൂളിൽ. ഈ ചെക്കനെ കൊണ്ട് ഞാൻ തോറ്റ. ഞാൻ പോകില്ല സ്കൂള്. സ്കൂളിൽ പോയിട്ടുണ്ട്. ഇതിന്റെ അവിടെ വെറുതെ വരുത്താന്ന് കണ്ടിട്ടാകട്ടെ. ഞാൻ ഇവിടെ കണ്ട് വന്നാർക്ക് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. മനുഷ്യർക്ക് പഠിക്കും വേണം, ഭക്ഷണം ഉണ്ടാക്കണം. പിന്നെ അന്നോട് തൊള്ളോട്ട് എന്റെ തൊള്ളയില് വെള്ളം പറ്റി. സ്കൂൾ പഠിച്ചേക്കാനേ പോകില്ലേ? ഞാൻ പോകില്ല. നിങ്ങൾ എത്ര സ്കൂളിൽ പോയിക്കണേ? അമ്മച്ചിനോട് സ്കൂളിൽ പോകാൻ പറയാ. നിങ്ങൾ സ്കൂളിൽ പോയിക്കോ. എന്ത് പറയാ? പോകില്ല സ്കൂളിൽ. സ്കൂളിൽ പോകാൻ നോക്കിക്കോട്ടോ. പോകില്ല. ജിമ്മിയുടെ കളിച്ചിരിക്കണേ. ഞാൻ എനിക്ക് ഇത്രയും ഇറങ്ങാറായി ബുക്കൊക്കെ വാങ്ങി തന്നിക്കണേ.
വെച്ചാ മതി. മോളെ പിന്നാലെ ഞാൻ കൊറേ നടന്നിക്കണ്, തടിയും കിട്ടിക്കണ്. കല്യാണം കഴിച്ചാ കൊറേ ബിരിയാണി ഉണ്ടാ. മറ്റുള്ളവരെ കല്യാണം കഴിച്ചതിന്റെ വിഷമത്തിന്റെ ഇതുവരെ മാറിയിട്ടില്ല. അതിന്റെ ഇടയിലാ പണ്ടൊരു കല്യാണം ചെലക്കാതെ സ്കൂൾ പോകുന്ന നോക്കിക്കോ ചെയ്താണേ. രാവിലെ തന്നെ പിത്രമട്ടിൽ വന്നിരിക്കാണല്ലോ, പണിയില്ലല്ലേ? അറിഞ്ഞോ നമ്മളെ വാബുട്ടി വന്നത് ദുബായിന്ന്? ഏത് വാബുട്ടി? എടാ കനാൽ വാബുട്ടി. ആരും പറയുന്നുണ്ട് മൂപ്പര് പേരുണ്ട്. മൂപ്പര് വന്നിക്കണ്. നമ്മക്ക് ഒരു മാസത്തേക്കുള്ള കോളായി. മൂപ്പരൊന്ന് ചത്തത് ചങ്ങായി മൂപ്പര് പഴയമാരും പൊളിച്ചിട്ടൊക്കെ അതൊക്കെ വെച്ച് പറഞ്ഞ ക്ലിയർ ആക്കാവുന്നല്ലേ ഉള്ളൂ. ഞാനൊന്നും എല്ലാ കൈവക്കാർക്കുണ്ട്. നോക്കാം, നമുക്ക് നോക്കാനെന്നോ. സുഖം തന്നെ? സുഖം അൽഹംദുലില്ലാ. ദുബായില് എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? അവിടെ ഇപ്പൊ വളരെ മാന്യാണ്. അത് ശരി. എന്താന്ന് വെച്ചാല് ഇപ്പൊ അവിടെ ഒരു സംഭവം നടക്കില്ല. അത് ശരി. നിങ്ങളിപ്പോ കഴിഞ്ഞ പാലിയേറ്റീവിന്റെ പരിപാടിക്ക് ഒന്ന് ഇപ്പോൾ പോയിട്ടുള്ളൂ. എന്താ അർജന്റായിട്ട്? ഞാനിപ്പോ എനിക്ക് അർജന്റ് ആയിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. കാരണം നമ്മള് പെരുന്തവണ്ണ ബൈപ്പാസിൽ ഞാൻ ചെറിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പരിപാടി തുടങ്ങാനുള്ള പരിപാടിയാണ്. അപ്പൊ അതിന്റെ ആവശ്യത്തിന് ഇങ്ങനെ വന്നാ 10 ദിവസത്തെ ഇരിക്കുള്ളൂ. അത് ശരി. അല്ല നിങ്ങൾക്ക് എന്താ പരിപാടി ബിസിനസ് ബിസിനസ്സോ? റിയൽ എസ്റ്റേറ്റ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഇപ്പൊ നാട്ടിൽ നടക്കണ്ടെങ്കിമാര് അതൊക്കെ ചെറിയ കച്ചവടക്കാർക്കല്ലേ. ഞങ്ങളൊക്കെ വലിയ വലിയ കോടി കൊണ്ട് അടിച്ചു പോകാനല്ലേ. നിങ്ങൾക്ക് അറിയോ, കഴിഞ്ഞ ആഴ്ച ഇപ്പം മഞ്ചേരി ഒരു ബിൽഡിംഗ് കുറച്ചു കൊടുത്തിട്ട് ഒരു സിയാറാ നേടിയത്. നിങ്ങൾക്ക് അറിയുന്നത്? അത് ശരി. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ദുബായിത്തെ പരിപാടി ഈ പരിപാടി കിട്ടും നിങ്ങളെപ്പാട് കൂടിയാലോ? നിങ്ങൾ ഞങ്ങൾപ്പം കൂടിയാലും ഞങ്ങൾ നിങ്ങളൊപ്പം കൂടിയാലും ഒക്കെ ഒന്ന് തന്നെയല്ലേ? എന്തായാലും പാടില്ല, ഒരു മാസത്തേക്കുള്ള ചെലവ് കംപ്ലീറ്റ് ഞങ്ങൾ എടുത്തു. ഒരു കാര്യമുണ്ട്, എനിക്ക് ഇപ്പൊ തന്നെ സമയമല്ല. കാരണം നിങ്ങൾക്ക് ഒരു മാസല്ലേ. എനിക്കിപ്പോ വില്ലേജ് ഓഫീസ് പോയിട്ട് നേരെ പെരുന്തവണ്ണ മുനിസിപ്പാലിറ്റി പോകണം. നിങ്ങളെ കാണാൻ വേണ്ടി കുളിക്കാറുണ്ട് ഇറങ്ങിയതാണ് ഞാൻ. രാവിലെ വന്ന അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, മഞ്ചേരി അങ്ങാടി പോയിട്ട് ഒരു സമയമില്ലാത്തോണ്ട് ചെങ്ങായി അന്നപ്പോ തീരെ കാണാൻ കിട്ടില്ലല്ലോ. ഈ ചെന്ന് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ അറിയണ്ടോ? നമ്മളെ കരുവാരൻ പഞ്ചായത്തില്ലേ, കരുവാരം കൊണ്ട് പഞ്ചായത്ത് വികസിക്കാൻ പോവല്ലേ? അജ്ജു അറിഞ്ഞപ്പോ അത് നമ്മുടെ ഡാനിഷ് മുതലാളി ഉണ്ടല്ലോ അങ്ങാടിയത്തെ, ദുബായിലേ ഭയങ്കര ബിസിനസ്സാ. ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കരുവാരൻ പഞ്ചായത്തിന് ഒഴുക്കുണ്ടെന്നല്ല ന്യൂസ് കേൾക്കണത്. ഞാനും പല ആളും പറയുന്നത് കേട്ടു, പക്ഷെ ഒന്നും വ്യക്തമായിട്ടില്ല. കേൾക്കണുണ്ടല്ലേ സംഗതി. നമ്മളെ കൂമ്പനും വന്ന് ചേറൊക്കെ കൂടി ഒഴുകണേ ഒലിപ്പോഴല്ലേ, നമ്മളെ ഇക്കോ ടൂറിസം പദ്ധതിന്റെ കൂടി ഇങ്ങനെ പോണ ഒലിപ്പോഴ. ആ ഒലിപ്പോയന്റെ 2 സൈഡും കരിങ്കല്ലുകൊണ്ട് കെട്ടാൻ വേണ്ടി ലക്ഷക്കണക്കിന് ഉറുപ്പ്യ പഞ്ചായത്തിന് വാഗ്ദാനം ചെയ്തു ഇന്നലെ പ്രസിഡന്റിനെ കണ്ടപ്പോ പറഞ്ഞു. സത്യം തന്നെയാണാവോ? നേരല്ലാണ്ട് മൂപ്പര് നുണ പറയോ? നമ്മളെ പ്രസിഡന്റ് അല്ലേ. പിന്നൊരു ന്യൂസും കൂടി കേട്ടു. എന്താണ് സംഗതി? മൂപ്പര് മാപ്പിളാണെങ്കിലും നമ്മൾ അയ്യപ്പൻകാവ് ക്ഷേത്രല്ലേ, പോയക്കരത്തെ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ കെട്ടാൻ വേണ്ടി ലക്ഷക്കണക്കിന് ഉറുപ്പ്യ അതിന്റെ കമ്മിറ്റിക്കും കൊടുത്തു കൊടുത്തറേ. ശിവ ശിവ, ഇതൊക്കെ കേട്ടപ്പോ ഞെട്ടിനും ചങ്ങാടിക്കൊന്നും ഇറങ്ങില്ലേ? നമ്മള് ഇതൊന്നും കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. അതാണ് ഞാൻ നല്ല കേക്കത്തല അങ്ങാടി കൂടി വെറുതെ ആൾക്കാരെ സൂട്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിപ്പോയതാ. അപ്പൊ അവിടുന്ന് നമ്മളെ അച്ചായന്മാരൊക്കെ കൂടി ഒരു വർത്താനം പറയണേട്ടു. നമ്മളെ ക്രിസ്ത്യൻ പള്ളിയില്ലേ, നമ്മളെ കണ്ണത്തെ ക്രിസ്ത്യൻ പള്ളി നിങ്ങൾക്കൊക്കെ അറിയില്ലേ? കണ്ണത്തെ ക്രിസ്ത്യൻ പള്ളിന്റെ പള്ളിമണിക്ക് ചെറിയ കേടുണ്ട്. അത് മാറ്റി പുതിയ പള്ളിമണി വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിനും കായ് കൊടുത്തിങ്ങനെ ഡാനിഷ് മുതലാളി എത്ര ഡാനിഷ് മുതലാളിനെ കൊണ്ടുള്ള കാര്യങ്ങൾ. ഞങ്ങൾ മുതലാളിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കപ്പോ എന്താണാവോ? ഇതാട്ട നമ്മളെ മുതലാളി. സംഗതി മൂപ്പര് നമ്മളെ കരുവന്റെ ഒരു ഭാഗ്യാണ്. അയ്യോ അങ്ങനൊന്നും പറയല്ലേ, എല്ലാം ദൈവത്തിന് അത് പറഞ്ഞാൽ പറ്റൂല. നിങ്ങളെ നമ്മുടെ ഈ കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ കിട്ടിയ ഞങ്ങളുടെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കേട്ടത്. അയ്യോ അങ്ങനൊന്നും പറയല്ലേ. അതിന്റെ നടക്കട്ടെ, എന്തായി നമ്മുടെ കരുവാരണ്ട് പുഴയുടെ പണികളെല്ലാം? നിങ്ങളൊന്നും അറിയണില്ലേ? സംഗതി പുഴ കെട്ടിത്തുടങ്ങി, നമ്മള് സൈഡ് കെട്ടിത്തുടങ്ങി പഞ്ചായത്ത്.
ഇപ്പൊ ചെറിയ കായിന്റെ ടൈറ്റ് അയിമ നിൽക്കുക. കാശിനെന്തോ കുഴപ്പം? ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ ആ ഒലിപ്പോന്റെ 2 സൈഡിലെ കരിങ്കല്ല് കൊണ്ട് കെട്ടാനുള്ള മതിലില്ല, അതിന് കുറച്ച് പൈസ കുറവുണ്ട്. അപ്പൊ അതിലിങ്ങനെ നിൽക്കണം ഞങ്ങൾ. എന്താ അത്? കാശ് എത്ര വേണേ നടക്കാലോ? ചോദിക്കണ്ടേ? പണികൾ നിൽക്കണ്ട, നാട് നന്നാവട്ടെ. അല്ല, ഇതേതാ മോള്? ഇവളറിയില്ലേ? ഇല്ല. നമ്മളെ ചന്ദ്രേട്ടന്റെ മോളല്ലേ ഇവള്? നമ്മളെ മിന്നുകുട്ടി നമുക്കൊക്കെ അറിയില്ലേ? ആഹാ, നമ്മളെ പഞ്ചായത്തിന്റെ മുത്തല്ലേ, ചക്കരമുത്ത്. ആഹാ, ആണോ? ആ പിന്നെ നമ്മുടെ മിന്നുകുട്ടി നമ്മുടെ പഞ്ചായത്തിലെ നല്ലൊരു കലാകാരിയും കൂടിയാണ്, നല്ലൊരു പാട്ടുകാരിയും ഉണ്ട്. അതെ ആണോ? എന്നാ മോള് പാട്ട് പാടട്ടെ. അതെ, അതൊക്കെ പാട്ട് പാടി കൊടുക്കുമോ? എന്നോ ഞാൻ എൻ്റെ മുറ്റത്തോടത്ത് പാടുന്നുണ്ട്. നന്നായി പാടണം, നാട് നന്നാവണം. നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്ത്. എവിടേക്കോ പിഴവുകൾ സംഭവിച്ചിരിക്കുന്നു. കരുതിയിരിക്കണം, ഓരോരുത്തരും കരുതിയിരിക്കണം. കാലം ഒരുപാട് മാറി, പട്ടണങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു, ഗ്രാമങ്ങൾ തീപിടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലും പിശാചുകൾ ഒളിഞ്ഞിരിക്കുന്നു. കരുതിയിരിക്കുക, കരുവാരകുണ്ട് പഞ്ചായത്ത്. ഇങ്ങനെ എത്ര പഞ്ചായത്തുകൾ, ഗ്രാമങ്ങൾ കത്തി നശിക്കട്ടെ, കോർപ്പറേറ്റുകൾ വളരട്ടെ, എന്റെ സാമ്രാജ്യം പടർന്ന് പന്തലിക്കട്ടെ. കരുവാരകുണ്ട് പഞ്ചായത്തിന്റെ മുത്തോ? മോൾക്ക് പൂ ഇഷ്ടാണോ? എന്നാ ഇതാ
നല്ലൊരു പൂവ്. ഹായ് നല്ല പൂവ് താങ്ക് യു അങ്കിൾ ഇങ്ങനെ എത്ര എത്ര പൂക്കൾ. അവ വിരിയുന്നു, അവ വാടുന്നു. പിന്നെ ഇതുപോലെ ഒഴിയുന്നു. മോളെ മീനുട്ടി, മോളെ മോളെ മീനുട്ടി, സെമീന എന്താ സെമീന മോൾ അവിടെ ഉണ്ടോ? എന്താ എന്നെ വിളിച്ചോ? ആ മോൾ അവിടെ എത്തിയിട്ടുണ്ടോ? ഇല്ല അവള് ഇവിടെ വന്നില്ലല്ലോ. എനിക്ക് ആകെ പേടിയാവുന്നു. സ്കൂൾ വിട്ട് വരേണ്ട നേരം കഴിഞ്ഞു, ഇതുവരെ അവളെ കാണാനില്ല. സെമീന സാരില്ല തെങ്ങിച്ച് നിങ്ങൾ പേടിക്കല്ലേ. എനിക്ക് ആകെ പേടിയാവുന്നു. എവിടെ ചെന്ന് നമ്മൾ നോക്കണം? ഓള് ഇവിടെ എവിടെയെങ്കിലും കളിക്കുണ്ടാവും. ഇല്ല, സ്കൂൾ വിട്ട് കറക്റ്റ് എത്തുന്നതാണ്. എനിക്കാകെ പേടിയാവുന്നു. എന്റെ ഈശ്വരാ, ഞാൻ എവിടെ ചെന്ന് നോക്കണം എന്റെ മോളെ? നിങ്ങളെ ബേജാറാണെങ്കിൽ തന്നെച്ചി. മോളെ മീനുട്ടി, മോളെ മീനുട്ടി, മീനുട്ടി. എടാ ബഷീറേ, എടാ ജമാലേ, രാജേഷേ, ഒന്ന് ഓടി വരികടാ. നമ്മളെ മിന്നുട്ടിനെ കാണാല്ല. നമ്മളെ ചന്ദ്രേട്ടന്റെ മിന്നുട്ടിനെ കാണാല്ലടാ. അവളീ സ്കൂളിൽ പോയതാ, ഇതുവരെ കാണാൻ വീട്ടിലെത്തിയില്ലെന്നാ പറഞ്ഞത്. ആടാ, ഒന്ന് പോയി നോക്കി എവിടെയെങ്കിലും. നമുക്ക് കരുവാരൊന്ന് അരിച്ചു വെറുക്കാം. നിങ്ങൾ രണ്ടാൾ തരിച്ചു ഭാഗത്തേക്ക് പോ. നിങ്ങൾ രണ്ടാൾ കരുവാരന്റെ സ്കൂളിലേക്ക് പോയിക്കോ. രണ്ടാൾ പൊന്നക്കാട്ടേക്ക് പോട്ടെ. വേഗം അന്വേഷിക്കട്ടോ. ആരും മാന്തിക്കരുത്. വേഗം അന്വേഷിക്കട്ടോ. ഒരു കാര്യം ചെയ്യാം. ഞാൻ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ കൂടെ ഒന്ന് പോയി പറഞ്ഞിട്ട് വരട്ടെ. ഞാൻ പോരണോ? ഓക്കെ, വേണ്ട, ഞാൻ പോയിക്കോളാം. ആ നമ്മളെ പരിപാടി കൊണ്ട് പഞ്ചായത്ത് നശിച്ചോ? നമ്മുടെ പൊന്നുട്ടി, നമ്മുടെ മിന്നുവാള് നമ്മുടെ ഗ്രാമത്തിന്റെ മുത്ത്.
ഇത് കരുവാരകുണ്ട് പഞ്ചായത്തിന്റെ സ്വന്തം മാത്രം കഥയല്ല. ഇത് മലയാള നാടിന്റെ അവസ്ഥയാണ്, ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ അവസ്ഥ. ഇവിടെ കരുവാരക്കുണ്ട് പഞ്ചായത്ത് പ്രതികരിക്കുന്നു എന്ന് മാത്രം. ഞങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. ഈ പുഷ്പങ്ങൾ ഒരിക്കലും കൊഴിയരുത്, കൊഴിയാതെ കാത്തു സൂക്ഷിക്കണം. കാരണം നമ്മൾ കരുവാരക്കുണ്ട് പഞ്ചായത്തുകാർ സ്നേഹം മാത്രമാണ് നമ്മുടെ മതം, അതൊന്നു മാത്രം. ഞങ്ങൾ കരുവാരക്കുണ്ട് പഞ്ചായത്തുകാർ ഹൃദയം നിറയെ നന്മയുള്ളവർ. ഈ സ്നേഹത്തിന്റെ പൂക്കൾ ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. സ്വീകരിച്ചാൽ